ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മൾ പ്രധാനമായും ചിന്തിക്കാൻ പോകുന്നത്, ഇന്ന് ക്രിസ്ത്യാനികളുടെ ഇടയിൽ വലിയൊരു കാര്യമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞങ്ങളെ സഭാപിതാക്കന്മാർ പഠിപ്പിച്ചു, അല്ലെങ്കിൽ ഞാൻ സഭാപിതാക്കന്മാരിൽ നിന്ന് പല കാര്യങ്ങളും പഠിച്ചിട്ടാണ് ഞങ്ങൾ ദൈവത്തെക്കുറിച്ചാണെങ്കിലും ആത്മീയ കാര്യങ്ങളിലാണെങ്കിലും ഞങ്ങൾക്ക് ദർശനം ലഭിക്കുന്നതെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഓരോ സഭാപിതാക്കന്മാരും പറഞ്ഞത് എന്താണെന്ന് ഈ ദിവസങ്ങളിൽ ഞാൻ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. അപ്പൊ നമുക്ക് സഭയെ കുറിച്ച് പഠിക്കുമ്പോൾ, അതായത് ഏതാണ്ട് അപ്പോസ്തോലിക് ഏജിന് ശേഷം, അതായത് രണ്ടാം നിരയിലെ അപ്പോസ്തോലന്മാരുടെ കാലം നിന്നാണ് ആ കാലത്തെ കുറിച്ച് പറയുന്നത്, അല്ലെ? അപ്പോസ്തോലന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിരുന്നു. പക്ഷെ പിന്നീട് വന്നവർക്ക് അത് കൃത്യമായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. പല 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 അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞ പിതാക്കന്മാരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അവർക്ക് ഒരു തരത്തിലും ദൈവത്തെക്കുറിച്ച് യാതൊരു തിട്ടവും അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ AD 100-നും 155-നും ഇടയ്ക്ക് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് ജസ്റ്റിൻ മാട്രിയർ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത്. ആ വ്യക്തി ഏതാണ്ട് 2-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഏതാണ്ട് ഗ്രീക്ക് മാതാപിതാക്കളുടെ മകനായി പാലസ്തീനിലെ ഷേഗേമിൽ ജനിച്ചു. അതുപോലെ തന്നെ ഗ്രീക്ക് തത്വജ്ഞാനം പഠിക്കാനായി സെനോ സ്ഥാപിച്ച സ്റ്റോയിസം പഠിക്കുവാൻ ആരംഭിച്ചെന്നും, അതുപോലെ തന്നെ ഈ തത്വചിന്തയിൽ നിന്ന് സംതൃപ്തനാകാതെ അരിസ്റ്റോട്ടലിന്റെ ശിഷ്യനെ സമീപിച്ചുവെന്നും, അവിടെയും സംതൃപ്തനാകാതെ പൈതഗോറസിന്റെ ഒരു ശിഷ്യനെയും സമീപിച്ചെന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നു. ഇവിടെയും നിരാശനായി ഇദ്ദേഹം പ്രസിദ്ധനായ ഒരു പ്ലേറ്റോ ശിഷ്യന്റെ അരികിലെത്തി. അവിടെ പരാജിതനായ ജസ്റ്റിൻ സമുദ്രത്തിൽ വെച്ചൊരു വൃദ്ധനെ കണ്ടുമുട്ടി എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. ജസ്റ്റിന്റെ പഠിക്കുവാനുള്ള താല്പര്യം മനസ്സിലാക്കിയ വൃദ്ധൻ എന്ത് ചെയ്തു? ബൈബിളിലെ പഴയ നിയമ പുസ്തകങ്ങളെയും യേശു ക്രിസ്തുവിനെയും പരിചയപ്പെടുത്തി എന്നാണ് പറയുന്നത്. ക്രിസ്തുവിന്റെയും ശിഷ്യന്മാരുടെയും ത്യാഗപൂർണമായ ജീവിതത്തെ പറ്റി മനസ്സിലാക്കിയ ജസ്റ്റിൻ എന്ത് ചെയ്തു? ഈ തത്വങ്ങൾ ശരിവെക്കുകയും 30-ാമത്തെ വയസ്സിൽ എന്ത് ചെയ്തു? ക്രിസ്തു മാർഗം സ്വീകരിച്ചതായും അദ്ദേഹത്തെ കുറിച്ച് കാണുന്നു. അതോടെ താൻ എന്ത് ചെയ്തു? ഒരു ജ്ഞാനിയായി തീർന്നു എന്ന് സ്വയം പ്രഖ്യാപിച്ചു. അതായത് നിലവിലുള്ള തത്വചിന്തയിൽ ക്രിസ്തീയ തത്വചിന്തയാണ് ഏറ്റവും മെച്ചപ്പെട്ടതെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു. അപ്പൊ തത്വചിന്തയും, ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, തത്വചിന്തയും ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞ് നിങ്ങളെ പറ്റിക്കരുതെന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അല്ലേ? തത്വചിന്ത, അതിനെക്കുറിച്ച് ഞാൻ പല പ്രാവശ്യം എടുത്തതാണ്. അപ്പൊ തത്വചിന്ത ആ കാലങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പൊ ക്രിസ്ത്യാനിത്വത്തിന്റെ ദൈവവചനത്തെ, അല്ലെങ്കിൽ ക്രിസ്തീയ ദൈവവചനത്തെ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ വചനങ്ങളെ അക്കാലങ്ങളിൽ എന്തായിട്ടായിരുന്നു അവർ കരുതിയിരുന്നത്? തത്വജ്ഞാനമായിട്ടായിരുന്നു അവർ കരുതിയിരുന്നത്. അത് പൗലോസ് നേരത്തെ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്, അല്ലെ? തത്വജ്ഞാനവും ഇല്ലാത്ത കടങ്കഥകളുമായി നിങ്ങളെ അവർ സമീപിക്കരുത്. സമീപിച്ചു കഴിഞ്ഞാൽ അത് ഒരു എന്താ പറയുക, അത് ദൈവവചനവുമായി ചേർച്ചയില്ലാത്ത ഒന്നായിട്ട് തന്നെയാണ് അപ്പോസ്തലൻ ദൈവവചനത്തിൽ വളരെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പൊ ക്രിസ്തീയ വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുന്ന 3 പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ ജസ്റ്റിന്റെ ജീവിതത്തിലെ അന്ത്യനാളുകൾ അദ്ദേഹം റോമിൽ സുവിശേഷം പ്രസംഗിക്കാൻ ഉപയോഗിച്ചുവെന്നും, AD 160-ൽ മറ്റ് ക്രിസ്ത്യാനികളോടൊപ്പം ജസ്റ്റിൻ എന്ത് ചെയ്തു? തടവിലാക്കപ്പെട്ടു. വിശ്വാസം തള്ളിപ്പറയാൻ വിസമ്മതിച്ചെന്നും, ക്രിസ്തുവിലുള്ള രക്ഷയെ മുറുകെ പിടിച്ച് റോമൻ ദേവതയുടെ ബലിപീഠത്തിൽ രക്തസാക്ഷ്യം വരിച്ചെന്നും അദ്ദേഹത്തെ കുറിച്ച് കാണാൻ കഴിയുന്നു. അപ്പൊ ആദ്യം തന്നെ തത്വചിന്തയായിരുന്നു ജസ്റ്റിൻ മനസ്സിലാക്കിയ, അല്ലെങ്കിൽ ജസ്റ്റിൻ മാട്രിയർ മനസ്സിലാക്കിയ ആ ഒരു വിശ്വാസം, അല്ലെങ്കിൽ ക്രിസ്തീയ ദൈവവചനം, അല്ലെങ്കിൽ ദൈവവചനത്തെ കുറിച്ച് അദ്ദേഹം ചിന്തിച്ച ഒരു കാര്യം എന്താണ്? അത് വെറും തത്വചിന്തയാണെന്ന് മാത്രമാണ് അദ്ദേഹം ചിന്തിച്ചത്, അല്ലെ? അപ്പൊ ആദ്യകാലത്തെ സഭാ നേതാക്കന്മാരുടെ ലിഖിതങ്ങളിൽ ജസ്റ്റിന്റെ കൃതികളിൽ ഏറ്റവും മെച്ചമായിട്ട് എന്ന് അംഗീകരിക്കപ്പെട്ടിരുന്നു, അല്ലെ? ഏറ്റവും മെച്ചമായിട്ടുള്ള എല്ലാവരും അംഗീകരിച്ച ഇദ്ദേഹത്തിന്റെ കൃതിയാണെന്നാ പറയുന്നത്. ഗ്രീക്ക് തത്വചിന്തകളെ അദ്ദേഹം പരാമർശിച്ചുവെങ്കിൽ യേശു ക്രിസ്തുവിനെ അന്യനായിട്ടല്ല, ഗ്രീക്ക് വേദാന്തത്തിന്റെ പൂർത്തീകരണമാണെന്ന് ആണ് ജസ്റ്റിൻ വിശേഷിപ്പിച്ചത് യേശു ക്രിസ്തുവിനെ കുറിച്ച്. അതായത് ഗ്രീക്ക് തത്വചിന്തയിലെ ലോഗോസ്, അല്ലെങ്കിൽ വചനം എന്ന ആശയത്തിൽ എല്ലാ മനുഷ്യരും ഭാഗവാക്കുകളാകുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സിദ്ധാന്തം. അപ്പൊ പ്ലേറ്റോയും മറ്റു തത്വജ്ഞാനികളുടെ അവരുടെ ചിന്തകൾ ബൈബിളിലെ പഴയ നിയമ പുസ്തകങ്ങളിൽ നിന്നും കടമെടുക്കുകയായിരുന്നുവെന്നും ജസ്റ്റിൻ പറയുകയുണ്ടായി എന്ന് അദ്ദേഹത്തെ കുറിച്ച് കാണാൻ കഴിയുന്നു. അപ്പൊ ജസ്റ്റിൻ പറയുന്നത് എന്താണ്? അതായത് പ്ലേറ്റോയും മറ്റു തത്വജ്ഞാനികൾ അവരുടെ ചിന്തകൾ ബൈബിളിലെ പഴയ നിയമ പുസ്തകങ്ങളിൽ നിന്ന് കടമെടുക്കുകയായിരുന്നു ജസ്റ്റിൻ പറയുകയുണ്ടായി. അപ്പൊ ബൈബിൾ എല്ലാം തത്വചിന്തകളായിട്ടാണ് ജസ്റ്റിൻ
കരുതി അല്ലെങ്കിൽ ജസ്റ്റിൻ മാറ്റയറെ കണ്ടിരുന്നതെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പൊ ജസ്റ്റിൻ ഗ്രീക്ക് തത്വചിന്തയുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്നതെന്നാണ് അദ്ദേഹത്തെ കുറിച്ച് കാണാൻ കഴിയുന്നത്. അപ്പൊ തത്വചിന്തയുടെ പശ്ചാത്തലത്തിലാണ്, അപ്പൊ തത്വമായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ തത്വചിന്തയാണ് അല്ലെ ദൈവവചനവും തത്വചിന്തയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. അപ്പൊ ക്രിസ്ത്യാനിയായി മാറിയെങ്കിലും ഗ്രീക്ക് തത്വചിന്തകളെ അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല, ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അപ്പൊ പ്രത്യുത ഒരു മെച്ചപ്പെട്ട തത്വചിന്തകനായി മാറുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. അതുപോലെ എന്താണ്, തത്വചിന്തയിൽ നിന്ന് ക്രിസ്തു മാർഗത്തിലേക്ക് മാറ്റം, അപൂർണതയിൽ നിന്ന് പൂർണ്ണതയിലേക്കുള്ള മാറ്റമാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അപ്പൊ എന്താണ്, വചനം തത്വചിന്തകർക്ക് വിവേകം നൽകി എന്നത് ശരിയാണെങ്കിൽ ഈ വചനം തന്നെ യേശുവിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം അദ്ദേഹം എന്ത് ചെയ്തു, വിശ്വസിച്ചെന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ എന്താണ്, ജസ്റ്റിൻ ഗ്രീക്ക് പശ്ചാത്തലത്തിന്റെ തുടർച്ചയായി ക്രൈസ്തവ വിശ്വാസത്തെ കണ്ടിരുന്നത് പോലെ തന്നെ അലക്സാണ്ട്രിയയിൽ ക്ലെമന്തും ഓർഗിനും തുടർന്നിരുന്നു എന്നും, പക്ഷെ കാർത്തിലിൽ തെർത്തുല്യൻ ഈ രീതിയെ ശക്തിയുക്തം എതിർത്തതായിട്ടും നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ, തത്വചിന്ത അല്ലേ, തത്വചിന്തയായിരുന്നു അല്ലേ, തത്വചിന്തകൾ കൊണ്ടായിരുന്നു ജസ്റ്റിൻ മാട്രയർ എന്ത് ചെയ്തത്, തൻ്റെ ആശയങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ദൈവവചനവും തത്വചിന്തയുമായി ചേർന്ന് പോകുന്നതൊന്നല്ല, അത് തമ്മിൽ ഒരിക്കലും ചേരില്ല എന്ന് ഓർപ്പിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ അടുത്ത ഒരു പിതാവിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ, ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.